ഹായ് ഹലോ വെൽക്കം ടു ശ്രീ PSC കോഡ്സ്. ഇത് നമ്മൾ 2024 കറണ്ട് അഫയർ ക്ലാസ് പാർട്ട് 3 ആണ് ചെയ്യുന്നത്. പാർട്ട് 1, 2 ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കോഡൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. ഇത് നമുക്ക് അങ്ങനെ കോഡൊക്കെ വെച്ച് കണക്ട് ചെയ്തിട്ടൊന്ന് മാറാത്ത രീതിയിലൊന്ന് പഠിക്കാം. 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ദീപ്തി ശർമ്മ. 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ദീപ്തി ശർമ്മ. അപ്പോൾ 100 വിക്കറ്റും 1000 റൺസൊക്കെ നേടിയിട്ട് ദീപ്തി എന്ന് പറയുന്നത് ദീപ്തി, വെളിച്ചം, ഐശ്വര്യം അങ്ങനെയൊക്കെ ഒരു അങ്ങനൊന്ന് കണക്ഷൻ അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ 100 വിക്കറ്റും 1000 റൺസൊക്കെ നേടിയിട്ട് അങ്ങനെ ഒരു സ്വന്തം ജീവിതത്തിൽ ദീപ്തിയായി അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അടുത്തത് വനിതകളുടെ രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ 200 വിക്കറ്റ് നേടുന്ന ആദ്യ താരമാണ് ജുലൻ ഗോസ്വാമി. നമ്മൾ ജുലൻ എന്ന് എഴുതുന്ന സമയത്ത് ജാന്ന് കണ്ടോ, ജാന്നൊന്ന് കറക്റ്റ് ഒരു വളവും മുകളിൽ നാ പോലത്തെ സംഭവം ഒന്നും ഇല്ലെങ്കിൽ കറക്റ്റ് ഒരു 2 എന്ന് പോലെയല്ലേ. അപ്പോൾ 200 എന്ന് പറയുമ്പോൾ ആ രണ്ടും ജായൊക്കെ ഒന്ന് വെച്ചാൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വനിതകളുടെ രാജ്യാന്തര ഏകദിന ക്രിക്കറ്റിൽ 200 വിക്കറ്റ് നേടുന്ന ആദ്യ താരമാണ് ജുലൻ ഗോസ്വാമി. അടുത്തത് ചഗ്ദ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരവും ആരാണ്? ജുലൻ ഗോസ്വാമി. ചഗ്ദ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരവും ജുലൻ ഗോസ്വാമിയാണ്. അതെങ്ങനെ കണക്ട് ചെയ്യുക? ചഗ്ദ എന്ന് പറയുമ്പോൾ ചാവുക, മരിക്കുക, അങ്ങനെ ഒരു കണക്ഷൻ, അങ്ങനെ ഒന്ന് ഒരു കണക്ട് ഇട്ടുന്നുണ്ട്. ചഗ്ദ, ചാവ്, അങ്ങനെ ചാവുമ്പോൾ അങ്ങനെ ഒരു കണക്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ചാവ്, മരിക്കുക ആ ടൈമിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സ്വാമിയെ നന്നായിട്ട് വിളിക്കുന്നു എന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ചഗ്ദ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം ആരെന്നെയാണ്? ജുലൻ ഗോസ്വാമി. 6 ലോകകപ്പ് കളിച്ച ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് താരമാണ് മിതാലി രാജ്. 6 ലോകകപ്പ് കളിച്ച ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് താരമാരാണ്? മിതാലി രാജ്. അപ്പം മിതമായിട്ടൊന്നും അല്ല, 6 ലോകകപ്പ് കളിച്ചു എന്നൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. മിതമായിട്ടുള്ള കളികളൊന്നും അല്ല, 6 ലോകകപ്പാണ് കളിച്ചതെന്ന് കണക്ട് ചെയ്യാം. അടുത്തത് 2020 ക്രിക്കറ്റിൽ 3000 റൺസ് തികയ്ക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം ഹർമൻ പ്രീത് കൗർ. അപ്പോൾ 3000-ൽ 3 എന്ന് വെച്ച് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ഹർമൻ പ്രീത് കൗർ. ഇങ്ങനെ 3 സെക്ഷനായിട്ട് നമുക്ക് ഒരു പേര് കിട്ടുന്നില്ല. ഹർമൻ എന്ന് പറയുമ്പോൾ ഒരു പേര് പോലെ തോന്നുന്നുണ്ട്, പ്രീത് എന്ന് പറയുന്ന ഒരു പേര് പോലെ, ഒരു കൗർ, അങ്ങനെ ഹർമൻ പ്രീത് കൗർ. അപ്പോൾ 3000 എന്ന് പറയുമ്പോൾ ഹർമൻ പ്രീത് കൗറിനൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ 2020 ക്രിക്കറ്റിൽ 3000 റൺസ് തികയ്ക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് ഹർമൻ പ്രീത് കൗർ. അടുത്തത് കഴിഞ്ഞ 25 വർഷത്തിനിടെ ഗൂഗിൾ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ കായിക താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. കഴിഞ്ഞ 25 വർഷത്തിനിടെ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ കായിക താരമാരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ. അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് 6.5%. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് 6.5%. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ ഷോർട്ടായിട്ട് എങ്ങനെ എഴുതുക? RBI എന്നല്ലേ. 6 എന്ന് ഇംഗ്ലീഷിലും ഉണ്ട് ഒരു 6, അതുപോലെ നമ്മൾ ലെറ്റേഴ്സ് അല്ല, നമ്പേഴ്സ് എഴുതുമ്പോൾ അവിടെ ഉണ്ടെന്ത്? ഒരു 6. അപ്പോൾ ആ 6 വെച്ചൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. പിന്നെ 6.5% 6.5 എന്ന് കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. അടുത്തത് വിമൻസ് പ്രീമിയർ ലീഗ് താരലേലത്തിൽ മുംബൈ ഇന്ത്യൻസ് ടീമിൻ്റെ ഭാഗമായ മലയാളി താരമാണ് സഞ്ജന സഞ്ജീവൻ. വിമൻസ് പ്രീമിയർ ലീഗ് താരലേലത്തിൽ മുംബൈ ഇന്ത്യൻസ് ടീമിൻ്റെ ഭാഗമായ മലയാളി താരമാണ് സഞ്ജന സഞ്ജീവൻ. ഇങ്ങനെ കണക്ട് ചെയ്യുക. താരലേലം എന്ന് പറയുമ്പോൾ ലേലമൊക്കെ വിളിക്കുന്നത് ജനങ്ങളല്ലേ. അപ്പോൾ സഞ്ജന, ജനങ്ങൾ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ സഞ്ജന സഞ്ജീവൻ. അടുത്തത് പ്രഥമ ആണവോർജ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരമാണ് ബ്രസൽസ്. പ്രഥമ ആണവോർജ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരമാണ് ബ്രസൽസ്. നമുക്ക് ആണവോർജം എന്നില്ലേ, ആണ് എന്നൊന്ന് കണക്ട്, ആണവോർജത്തിൻ്റെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആണ് എന്നൊന്ന് കണക്ട് ചെയ്യില്ല. ഈ ബോയ്സിനൊന്നും ബസ്സിൽ കയറുന്ന വലിയ ഇഷ്ടമല്ല അല്ലേ. അവരെപ്പോഴും എങ്ങോട്ട് പുറത്തേക്ക് പോകുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുക? ആദ്യം ബൈക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അവർ അതിലാണ് പോവുക. ബസ്സിലൊന്നും പോകാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ബ്രസൽസ് എന്ന് പറയുമ്പോൾ ബാസ്, അങ്ങനെ ബസ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ആണുങ്ങൾക്ക്, അതായത് ബോയ്സിനൊക്കെ കൂടുതൽ ഇഷ്ടം എന്താണ്? ബസ്സിൽ പോകാൻ ഇഷ്ടമല്ല എന്നൊന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ പ്രഥമ ആണവോർജ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരമാണ് ബ്രസൽസ്. അടുത്തത് ടൈം മാഗസിൻ്റെ CEO ഓഫ് ദി ഇയർ ആയ വ്യക്തിയാണ് സാം ആൾട്ട്മാൻ. ടൈം മാഗസിൻ്റെ CEO ഓഫ് ദി ഇയർ ആയ വ്യക്തിയാണ് സാം ആൾട്ട്മാൻ. അടുത്തത് ടൈം മാഗസിൻ്റെ ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ആയ വ്യക്തിയാണ് അലക്സ് നവൽ. ടൈം മാഗസിൻ്റെ ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ആയ വ്യക്തിയാണ് അലക്സ് നവൽ. നമുക്ക് എങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക? അലക്സ് എന്ന് പറഞ്ഞൊരു പൂച്ചക്കുട്ടിയോ അല്ലെങ്കിൽ പട്ടിക്കുട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്യുക. അലക്സിൻ്റെ വാല് ബ്രേക്കായി പോയി എന്ന് കണക്ട് ചെയ്യുക. അലക്സ് നവൽ എന്നല്ലേ, നവൽ എന്ന് പറയുമ്പോൾ വാല് നിന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ അലക്സിൻ്റെ വാല് ബ്രേക്കായി പോയി. ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ കേട്ടോ. ടൈം മാഗസിൻ്റെ ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ആയ വ്യക്തിയാണ് അലക്സ് നവൽ. അടുത്തത് 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ മാധ്യമ പ്രവർത്തകനാണ് ജോസഫ് ലെവി വെൽസ്. 2024 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ മാധ്യമ പ്രവർത്തകനാണ് ജോസഫ് ലെവി വെൽസ്. നമുക്ക് ജോസഫ് ലെവി വെൽസ് ഏത് മേഖലയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തകൻ. അപ്പം നമുക്ക് ഈ മാധ്യമ പ്രവർത്തകൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാധ്യം എന്ന് പറയുമ്പോൾ നമുക്ക് മദ്യം ഒന്ന് കണക്ട് ചെയ്യാം. ഇപ്പോൾ ലെവി വെൽസ് എന്ന് പറയുമ്പോൾ, ലെവി എന്ന് പറയുമ്പോൾ ലവ്, വെൽസ് നന്നായിട്ട് പോവുക അങ്ങനെയൊക്കെ പറയില്ല. അപ്പോൾ ലവ് നന്നായിട്ടില്ലെങ്കിൽ എന്താണ്? ചിലരൊക്കെ മദ്യത്തിന് അഡിക്റ്റ് ആയി പോകില്ലേ. അപ്പോൾ അങ്ങനെ കണക്ട്
ചെയ്യുക കേട്ടോ. മാധ്യമപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ അപ്പം മദ്യം ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ലവ് വെല്ലായിട്ട് പോയില്ലെങ്കിൽ അവിടെ ചിലവരൊക്കെ മദ്യത്തിന് അഡിക്റ്റ് ആവുന്ന കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുലിറ്റ്സർ പുരസ്കാരം 1986 പുലിറ്റ്സർ പുരസ്കാരം കിട്ടിയ ഒരു കൃതിയാണ് മൂവ് യുവർ ഷാഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ലവ് ചെയ്യുക പറയുമ്പോൾ നമ്മൾ അന്ധമായി വിശ്വസിക്കില്ല അവരെ. അപ്പോൾ അവർക്ക് എന്ത് മനസ്സിലായി, നമ്മൾ ഇപ്പം ഇങ്ങനെ വെല്ലായി പോകാത്തതുകൊണ്ട് അവർക്ക് എന്ത് മനസ്സിലായി, ആരെ വിശ്വസിക്കരുത്, സ്വന്തം ഷാഡോനെ പോലും വിശ്വസിക്കരുത്. അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യണം. മൂവ് യുവർ ഷാഡോ എന്നൊക്കെ കാണുമ്പോൾ ലെവി വെൽസിനെ കണക്ട് ചെയ്യണം. അപ്പോൾ ലെവി വെൽസ് എന്ന് പറയുമ്പോൾ ആരാണ്, മാധ്യമ പ്രവർത്തകനാണെന്ന് കണക്ട് ചെയ്യുക. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം. ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യുക, ബഹുഭാഷ എന്ന് പറയുന്നത് വലിയൊരു ഭാഷ. ആ ഭാഷയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കൃത്രിമമായിട്ടൊന്നും പഠിക്കാൻ പാടില്ല, ശരിക്കൊക്കെ പഠിച്ചു പോകണമെന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം. അതുപോലെ കൃത്രിം വികസിപ്പിച്ച ഇലക്ട്രിക് വാഹന കമ്പനിയായ OLA ആണ് കേട്ടോ. അപ്പോൾ കൃത്രിം വികസിപ്പിച്ചത് ഇലക്ട്രിക് വാഹന കമ്പനിയായ OLA ആണ്. അതെങ്ങനെ കണക്ട് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി അത് കൃത്രിമമായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് OLX കൊണ്ട് വിൽക്കുന്നൊന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ OLA എന്ന് പറയുമ്പോൾ OLX ആയിട്ട് കണക്ട് ചെയ്യുക. OLA കമ്പനിയുടെ CEO ആണ് ഭവിഷ് അഗർവാൾ. OLA കമ്പനിയുടെ CEO ആണ് ഭവിഷ് അഗർവാൾ. അടുത്തത് ഈയിടെ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരിയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന മഹിളാ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകയുമായിരുന്ന വ്യക്തിയാണ് KB ശ്രീദേവി. ഈയിടെ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരിയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന മഹിളാ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകയുമായിരുന്ന വ്യക്തിയാണ് KB ശ്രീദേവി. KB ശ്രീദേവിയുടെ ആദ്യ കൃതിയാണ് യുഗാന്തരങ്ങൾ. യുഗാന്തരങ്ങൾ എന്ന് പറയുന്ന ആദ്യ കൃതിയാണ് ആരുടെ, KB ശ്രീദേവിയുടെ. അടുത്തത് ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവൽ രചിച്ചത് ഷീല ടോമി. ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവൽ രചിച്ചത് ഷീല ടോമി. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. നമ്മൾ നദീനടുത്ത് ചെന്നിട്ട് ആരെങ്കിലും പേരെന്താണെന്ന് ചെന്ന് ചോദിക്കുക, അത് ശരിക്കും എന്താണ്, ഒരു പ്രാന്താണല്ലേ. നദീൻ്റെ മുന്നിൽ ചെന്നിട്ട് നദീൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമോ, ഇല്ല. അപ്പോൾ ആ ശീലമൊന്നും വേണ്ടെന്ന്, കാരണം അതെന്താണ്, ഒരു പ്രാന്താണ്. അത് തലയ്ക്ക് സുഖമില്ലാത്തവരോട് അങ്ങനെയൊക്കെ ചെന്ന് ചോദിക്കുക, നദീൻ്റെ മുന്നിൽ ചെന്നിട്ട് നദീൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിക്കുന്നത്. ജസ്റ്റ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ആ ശീലമൊന്നും വേണ്ട. ശീലം മീൻസ് ഷീല. അപ്പോൾ ഷീല ടോമി ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവൽ അവിടെ നോവ എന്നുള്ള നോവൽ എന്നുണ്ട് കേട്ടോ. അപ്പോൾ നോവൽ രചിച്ചത് ഷീല ടോമി. അടുത്തത് മലേറിയ രോഗത്തിനെതിരെ ലോകത്ത് ആദ്യമായി വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യമാണ് കാമറൂൺ. മലേറിയ രോഗത്തിനെതിരെ ലോകത്ത് ആദ്യമായി വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യമാണ് കാമറൂൺ. അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാം, മലേറിയ എന്ന് പറയുമ്പോൾ നമുക്ക് മലയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മലയിലൊക്കെ പോകുമ്പോൾ ക്യാമറ ഒക്കെ കൊണ്ടാണ് പോകാമെന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്യാമറ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കാമറൂൺ, അപ്പോൾ കാമറൂൺ. അപ്പോൾ മലേറിയ രോഗത്തിനെതിരെ ലോകത്ത് ആദ്യമായി വാക്സിൻ പ്രോഗ്രാം ആരംഭിച്ച രാജ്യമാണ് കാമറൂൺ. അടുത്തത് നിപ്പ വൈറസിനെതിരെ മനുഷ്യൻ ആദ്യ വാക്സിൻ പരീക്ഷണം ആരംഭിച്ചാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. നിപ്പ വൈറസിനെതിരെ മനുഷ്യനിൽ ആദ്യ വാക്സിൻ പരീക്ഷണം ആരംഭിച്ചതാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. എങ്ങനെ കണക്ട് ചെയ്യുക, നിപ്പ തിരിച്ചിടുമ്പോൾ എന്താ വായിക്കുക, പനി എന്നല്ല വായിക്കുക. നമുക്ക് ഈ നന്നായിട്ട് പനിയൊക്കെ വരുന്ന സമയത്ത് ഓക്സിജൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവുമെന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിപ്പ വൈറസിനെതിരെ മനുഷ്യനിൽ ആദ്യ വാക്സിൻ പരീക്ഷണം ആരംഭിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. അടുത്തത് ചിക്കൻ ഗുനിയ പ്രതിരോധ വാക്സിൻ ഇക്സ്ചിക്ക് വികസിപ്പിച്ചത് ഫ്രഞ്ച് കമ്പനിയായ വാൽനേവ. ചിക്കൻ ഗുനിയ പ്രതിരോധ വാക്സിൻ ഇക്സ്ചിക്ക് വികസിപ്പിച്ചത് ഫ്രഞ്ച് കമ്പനിയായ വാൽനേവ. ഇങ്ങനെ കണക്ട് ചെയ്യുക. ചിക്കൻ ഗുനിയ എന്ന് പറയുമ്പോൾ ചിക്കൻ എന്ന് പറയുമ്പോൾ കോഴി. കോഴി എന്തുണ്ട്, വാലുണ്ട് എന്നൊന്ന് കണക്ട് ചെയ്യട്ടെ. വാൽനേവയിലെ വാല്. അപ്പോൾ ചിക്കൻ ഗുനിയ പ്രതിരോധ വാക്സിൻ ഇക്സ്ചിക്ക് വികസിപ്പിച്ചത് ഫ്രഞ്ച് കമ്പനിയായ വാൽനേവ. അടുത്തത് 2024 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് കർപ്പൂരി താക്കൂർ. 2024 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് കർപ്പൂരി താക്കൂർ. അപ്പോൾ നമ്മൾ ഈ എന്താണ് ഇങ്ങനെ കണക്ട് ചെയ്യുക, ഭാരതരത്ന ഒക്കെ കിട്ടി വരുന്ന ഒരാൾ നമ്മൾ കർപ്പൂരം വെച്ചൊക്കെ ഒന്ന് ഒഴിഞ്ഞു എന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അതുപോലെ ജനനായകൻ എന്നറിയപ്പെടുന്ന മുൻ ബീഹാർ മുഖ്യമന്ത്രി കൂടിയാണെന്ന് കണക്ട് ചെയ്യാം. നമ്മൾ ജനനായകൻ അങ്ങനെയൊക്കെ പറയുന്ന ഒരു നടനൊക്കെ ഇല്ലേ, അങ്ങനെ അവരൊക്കെ വരും, നമ്മൾ കർപ്പൂരമൊക്കെ വെച്ച് ഒഴിഞ്ഞു, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അടുത്തത് ക്രമസമാധാനം മെച്ചപ്പെടുത്താൻ കരസേനയ്ക്ക് 2 മാസത്തേക്ക് ജുഡീഷ്യൽ അധികാരം നൽകിയ രാജ്യമാണ് ബംഗ്ലാദേശ്. ക്രമസമാധാനം മെച്ചപ്പെടുത്താൻ കരസേനയ്ക്ക് 2 മാസത്തേക്ക് ജുഡീഷ്യൽ അധികാരം നൽകിയ രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പോൾ നമ്മൾ ഈ ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ ബംഗ്ലാവ് എന്ന് കണക്ട് ചെയ്യുക. അതുപോലെ ജുഡീഷ്യൽ എന്ന് പറയുമ്പോൾ ചൂട് അങ്ങനെ കിട്ടുന്നില്ലേ. അപ്പോൾ ജുഡീഷ്യൽ എന്ന് പറയുമ്പോൾ ചൂട് എന്ന് കണക്ട് ചെയ്യുക, ചൂട് അങ്ങനെ. അപ്പോൾ ബംഗ്ലാവിൽ ഭയങ്കര ചൂടാണെന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ക്രമസമാധാനം മെച്ചപ്പെടുത്താൻ കരസേനയ്ക്ക് 2 മാസത്തേക്ക് ജുഡീഷ്യൽ അധികാരം നൽകിയ രാജ്യമാണ് ബംഗ്ലാദേശ്.
അടുത്തത് ജോർദാനിലെ പുതിയ പ്രധാനമന്ത്രിയെ സ്ഥാനമേറ്റ വ്യക്തിയാണ് ജാഫർ ഹസൻ. ജോർദാനിലെ പുതിയ പ്രധാനമന്ത്രിയെ സ്ഥാനമേറ്റ വ്യക്തിയാണ് ജാഫർ ഹസൻ. നമ്മൾ ഹസൻ എന്ന് പറയുമ്പോൾ ഹസൽ എന്നൊന്നും അല്ലെങ്കിൽ അസലായിട്ടുണ്ടെന്ന് പറയില്ലേ. ഇപ്പം ജോർദാൻ എന്ന് പറയുമ്പോൾ ചോറ് ചോറ് നല്ല അസലായിട്ടുണ്ടെന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പം ജോർദാനിലെ പുതിയ പ്രധാനമന്ത്രിയെ സ്ഥാനമേറ്റ വ്യക്തിയാണ് ജാഫർ ഹസൻ. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയറിൻ്റെ ക്ലാസ് ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ പോയിന്റ്സ് ഒന്ന് രണ്ടെണ്ണം ഒന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കിയാലോ. ചഗ്ദ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരം ഏതാണ്? ചഗ്ദ എക്സ്പ്രസ്. നമ്മൾ എന്താ പറയുക, ചഗ്ദ എന്ന് പറയുമ്പോൾ ചാവ്, അങ്ങനെ ഒരു ടോൺ അതിന് സെയിം ആയിട്ട് വരുന്നില്ലേ. അപ്പോൾ ചഗ്ദ എന്ന് പറയുമ്പോൾ ചാവ് മരിക്കുക. അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ എന്താണ് സ്വാമീനെ കുറേ ആയിട്ട് വിളിക്കും, ജുലൻ ഗോസ്വാമി അങ്ങനെ കേട്ടോ. അപ്പോൾ എന്താണ് ചഗ്ദ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരമാണ് ജുലൻ ഗോസ്വാമി. അതുപോലെ അടുത്തത് 6 ലോകകപ്പ് കളിച്ച ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് താരം ആരായിരുന്നു? 6 ലോകകപ്പ് മിതമായിട്ടൊന്നുമല്ല കളിച്ചത്, അങ്ങനെ പറഞ്ഞില്ലേ, മിതാലി രാജ്. 6 ലോകകപ്പ് കളിച്ച ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് താരമാണ് മിതാലി രാജ്. അടുത്തത് പ്രഥമ ആണവോർജ്ജ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം ഏതാ പറഞ്ഞേ? പ്രഥമ ആണവോർജ്ജ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരം, ആണവോർജ്ജം എന്ന് പറയുമ്പോൾ ബോയി, ആണുങ്ങൾക്കൊന്നും എന്താ ബസ്സിൽ വരുന്ന വലിയ താല്പര്യമില്ല എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യില്ല, ബ്രസൽസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് അതുപോലെ ടൈം മാഗസിൻ ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ആയ വ്യക്തിയാണ് അലക്സ് നവൽ എന്ന് പറഞ്ഞിരുന്നത്. അലക്സ് എന്ന് പറയുന്നതിൻ്റെ വാലെന്താണ് ബ്രേക്കായി പോയി എന്നൊക്കെ നമ്മൾ കോഡ് വെച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി, നമ്മൾ കോഡ് വെച്ചൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ താങ്ക് യു.